എന്താ നീ കാണിക്കുന്നേ? എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. അവിക്കിന് ജീവനിലേറെ സ്നേഹിക്കുന്നവരവര്. റാണിയമ്മേ, ഒന്നും കുഴപ്പമില്ലല്ലോ. വെറുതെ വിടില്ല. അനിയനെ കൊല്ലാന് ഒരുപെട്ട് വന്നിരിക്കുന്നു ഇവിടെ. ഇവിടെ ഞാൻ ആരെങ്കിലും അവളെ ഒന്ന് പിടിക്ക്. ഇവളൊരു കൊലപാതക. ഇവളെ അനിയനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ ഇവിടെ ജീവനോട് വിടില്ല. എന്നെ തൊടുവില്ലേ സമീർ? റോജ, റോജ, നിനക്ക് ആരെങ്കിലും കൊല്ലണം, നീ എന്നെ കൊല്ലും. നിന്റെ ദേഷ്യമൊക്കെ നീ എന്റെ അടുത്ത് കാണിക്കുക. എല്ലാരും കണ്ടോണ്ടിരിക്കാണ്. അവിക്കിനിപ്പോ ഒരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് നോക്ക്. അവിക്കിപ്പോ ഓക്കെയാണ് റോജ. എല്ലാം ഓക്കെയാണ് റോജ. നീ പേടിക്കണ്ട. നിനക്കൊന്നും സംഭവിക്കില്ല. നിന്റെ ചേച്ചി സമ്മതിക്കില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെ ഞാനിന്നും റാണിമ്മ, ഞാൻ നോക്കോളാം. അവളൊന്ന് റെഡി ആവട്ടെ. ഞാൻ എല്ലാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം. റോജ, 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 വാ, നീ നിന്റെ റൂമിലേക്ക് പോകുമ്പോ. ഈ സമീറിന് ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുളവാക്കാൻ വേണ്ടി നടക്കുന്നേ? അവിക്കിനൊരു കുഴപ്പമില്ല റോജ, മനസ്സിലായോ? ഡോണ്ട് വറി, ഞാനില്ലേ. അവിക്കിനൊന്നും സംഭവിക്കില്ല. അവനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അവന് ഞാനൊരു കവചമായിരിക്കും. ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റും. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. അവനൊരു പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനില്ലേ, നീയുണ്ട്. പിന്നെ അവന് വല്ല സംഭവിക്കുവോ? അവിക്കിനൊന്നും സംഭവിക്കില്ല. നീ എന്നോട് സത്യം തന്നെയാണല്ലോ പറയുന്നത്? കള്ളം പറയുന്നല്ലോ? ഇല്ല, പക്കാടി ഞാൻ പ്രോമിസ് ചെയ്യാം. ഉറപ്പായിട്ടുള്ള പ്രോമിസ്. അവിക്കിനൊന്നും സംഭവിക്കില്ല. എന്തൊക്കെയാ നമ്മുടെ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ആ പെങ്കുച്ച എല്ലാ പരിധികളും മറികടന്നിരിക്കുകയാണ്. ഇന്ന് റാണിയമ്മയെ തന്നെയല്ലേ അവളെ ആക്രമിക്കാൻ നോക്കിയത്? മാത്രമല്ല സകല ബോധത്തോടും കൂടിയല്ലേ അവള് റാണിയമ്മയുടെ മേൽ ഇത്രയും വലിയൊരു കുറ്റം ആരോപിക്കുന്നത്. മനസ്സിലാവുന്നില്ല അവൾക്ക് എന്താ പറ്റിയതെന്ന്. പെട്ടെന്ന് അവൾക്ക് മെന്റൽ ആയതുപോലെ ബിഹേവ് ചെയ്യുന്നത് അവള്. നോക്ക് റൂപ്, ഞാൻ പറയുന്നത് നീ വ്യക്തമായി മനസ്സിലാക്കുന്നില്ല. ആ കൊച്ചിന് ഇനി ഭ്രാന്തായിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ സഹിക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ പൂർണ്ണ ബോധത്തോടെയും ബോധ്യത്തോടെയും അല്ലേ അവള് റാണിയമ്മയെ കുറിച്ച് ഈ അപവാദങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് വരെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടാ ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് ആ പെങ്കൊച്ചി ഈ അപവാദങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ഭാഗ്യക്കേടുകൊണ്ട് ഇതങ്ങ പുറത്താരെങ്കിലും മുമ്പിൽ വെച്ചാ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അമ്മോ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. റാണിയമ്മേ, നിങ്ങക്ക് സുഖാണോ? ഇന്നിപ്പോ സമീർ അതിന്റെ ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിലേ ഇന്ന് ഉറപ്പായിട്ടും ആ പെങ്കൊച്ച് റാണിയമ്മ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇന്ന് റോജ ചെയ്ത കാര്യത്തിന് ഒരിക്കലും അവൾക്ക് മാപ്പ് ലഭിക്കില്ല.
എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തേ പറ്റൂ. വിശ്വസിക്കാനേ പറ്റുന്നില്ല റിംജിമി ഇങ്ങനത്തെ ഭ്രാന്തൊക്കെ ചെയ്യുമെന്ന്. റാണിയമ്മേ, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയാത്തെന്താ? എന്തേ പറയുന്നത് പ്രേം? ഈ സമയത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മുടെ കൺമുമ്പിൽ കണ്ടതിനെതിരെ ആക്ഷൻ എടുക്കുക ചെയ്യേണ്ടത്. ആ പെങ്കൊച്ചന് നമ്മുടെ റാണിയമ്മയെ ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ച്, അത് ഈ കൊട്ടാരത്തിൽ വെച്ച് ആക്രമിക്കാനുള്ള ധൈര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പെങ്കൊച്ചനൊക്കെ ഉണ്ടല്ലോ കൈ പിടിച്ച് ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുക ചെയ്യേണ്ടത്. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അവിക്കിന് എന്തെങ്കിലും സംഭവിച്ചാ റോജ, റോജ, നീ ഭയങ്കര ധൈര്യശാലിയല്ലേ? നീ പിന്നെ എന്തിനാ ആരെയാ പേടിക്കുന്നേ? നീയാ വന്ന ഗുണ്ടകളൊക്കെ എന്തുമാത്രം ഇടിയിടിച്ച് ഇപ്പൊ ആ ധൈര്യശാലിയായ റോജ. റെസ്റ്റ് എടുക്ക്. അവിക്കിനൊന്നും സംഭവിക്കില്ല റോജ. നീ ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്ക്, എല്ലാം ശരിയാവും. ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വന്നേ, ഇരിക്ക്. എല്ലാം ഓക്കെയാണ്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വന്നേ, നീ കിടന്നുറങ്ങി, കിടന്നുറങ്ങ. ആദ്യക്കൊന്നും സംഭവിക്കില്ല റോജ. നീ ഇപ്പൊ കിടന്നുറങ്ങ. നന്നായി നമ്മൾ എല്ലാവരോടും ഉണ്ടായിരുന്നത്. റാണിയമ്മ അവിടെ തനിച്ചായിരുന്നെങ്കിൽ എന്തായനെ? ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞിരിക്കും. അതെ, ആ പെണ്ണിന് പ്രാന്ത് പിടിച്ചിരിക്കുക. ഇല്ല ഇല്ല ഇല്ല, ഇനി അങ്ങോട്ട് റോജ ഈ അരമനയിൽ ഉണ്ടാകാൻ പാടില്ല. എത്രയും വേഗം അവളെ വേറൊരു ബംഗ്ലാവിലേക്ക് മാറ്റണം. അവളെ നോക്കാൻ ഒരു ഡോക്ടറെ ഏൽപ്പിക്കണം. ഇനി ഇത് മാത്രമേ ശരിയാവുള്ളൂ. ആ റോജ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ മതി. പിന്നെ ആ വിക്പനയുടെ കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് നടത്താനാകും. ഈ തീരുമാനം റാണിയമ്മയെ എടുക്കേണ്ടത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേക്ക് റാണിയമ്മ. അവിക്ക് ഇന്ന് ജീവനോടെ ഇരിക്കുന്നില്ല. അതിന് ഒരേ ഒരു കാരണം, അത് റോജയാണ്. സമീർ, നീ ഇതെന്തേ പറയുന്നത്? ഇന്ന് ആ പെങ്കൊച്ചുകാരനാണ് നിന്റെ കൈകളിൽ മുറിവുണ്ടായിരിക്കുന്നത്. ആന്റി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് റോജ ആ ഗുണ്ടകളുമായിട്ട് അടിയുണ്ടാക്കുന്നത്. അവളിപ്പോ ആ ഷോക്കിലാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നോക്ക് സമീർ, നീ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എന്തോരം ചോര നിന്റെ കയ്യിൽ നിന്ന് വന്നത് നോക്ക്. വാ, ഞാൻ നിന്റെ കൈ റിസ് ചെയ്ത് തരാം. നീ എന്റെ കൂടെ വാ ഇപ്പോ. ആന്റി, ഈ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. പക്ഷെ ആ സ്വന്തം അനിയന് വേണ്ടി കഷ്ടപ്പെടുന്ന അവളുടെ ഉള്ളിൽ അവൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? നോക്ക് സമീർ, നീ എന്താ മനസ്സിലാക്കാത്തത്? ഇപ്പൊ അവൾക്ക് ഈ കൊട്ടാരത്തിന്റെ ഒരു നല്ല കെയർ ടേക്കറിനെയാണ് ആവശ്യമുള്ളത്. ഒരു കെയർ ടേക്കർ വെച്ചുകൊണ്ട് എല്ലാം ശരിയാകുമോ ആന്റി? ഇപ്പൊ അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇല്ല, നമ്മുടെ ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ ഒരു കെയർ ടേക്കറിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരിക്കലും ഫാമിലിനെ മിസ് ചെയ്യുന്ന പോലും ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം റോജയ്ക്ക് ആവശ്യം ഒരു ഡോക്ടറെ അല്ല, ഒരു ഫാമിലിയാണ്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമുണ്ട്. സമീർ ബന്ന, നീ എന്തൊക്കെയാ പറയുന്നേ? അവള് വെറും ഒരു കോമണറോ? എങ്ങനെയാ അവൾക്ക് റോയൽ ബ്ലഡ് ഉണ്ടാവുന്നേ? അവള് നമ്മുടെ ഫാമിലിയാണെന്നോ നീ പറയുന്നേ? നമ്മുടെ വീട്ടിലെ അല്ല, പക്ഷെ അവിക്കിന്റെ ഫാമിലി അവള്. പിന്നെ ഒരു കാര്യം, അവിക്ക് അവളില്ലാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല. നോക്ക് സമീർ, ഞാൻ പറയുന്നത് നിനക്കെന്താ മനസ്സിലാവാത്തത്? സമീർ പറയുന്നതൊക്കെ വളരെ ശരിയാണ്. ഈ സമയത്ത് റോജയെ അവിക് ബണ്ണയിൽ നിന്നും വേർതിരിക്കുന്നത് ശരിയല്ല. റോജയുടെ മേൽ എന്ത് നടപടിയെടുത്താലും അത് ഈ കൊട്ടാരത്തിൽ വെച്ച് തന്നെ എടുക്കുന്നതായിരിക്കും ശരി. താങ്ക് യു റാണിയമ്മ. ഇതെന്റെ സമീർ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ആ പെങ്കൊച്ചിനി എന്തെങ്കിലും മന്ത്രവാദം ചെയ്തു എന്റെ ചെക്കന്റെ മേലെ.
സമീർ സമീർ എന്റെ റൂമിൽ എന്താ ചെയ്യുന്നേ? ആവിക്, എനിക്ക് ആവിക്കിന്റെ അടുത്തേക്ക് പോണം. എനിക്ക് എവിടെ പോ നീ? ഞാൻ ആവിക്കിനെ കാണാൻ പോവായിരുന്നു. അവിക്കിനിപ്പോ ഒരു കുഴപ്പമില്ല. അവന്റെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നീ ഇവിടെ ഇരിക്ക്. അവൻ ഉറങ്ങായിരിക്കും. പക്ഷെ നീ എന്താ എന്റെ റൂമിൽ ചെയ്യുന്നേ? അല്ല, ഇതെന്താ ഇങ്ങനെ എന്നെ നീ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നേ? എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഭ്രാന്തിളകുന്നത് ആ സമയത്ത് അവനെ കെട്ടിയിടേണ്ട ആവശ്യം വരും. എക്സ്ക്യൂസ് മീ, നിനക്കൊട്ട് മാനേഴ്സ് ഇല്ലല്ലോ. ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കുന്ന പോലും അറിയില്ലേ? ആനിമൽ ഞാനല്ല, നീയാ. ഗോട്ട് ഇറ്റ്? ആഹാ, നീ നിന്നെ തന്നെ ഇപ്പൊ നോക്ക്. കണ്ണിലുള്ള ഈ പേടിയും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നീ മൃഗം തന്നെയാണ്, മൃഗം. കാട്ടുപൂച്ച അല്ലേ? ആ, അതുകൊണ്ട് കാട്ടുപൂച്ച അടുത്ത് നീ ദൂരെ തന്നെ നിൽക്കും. ഈ കാട്ടുപൂച്ച ഉണ്ടല്ലോ നിന്നെ കടിച്ചു കീറും. അത് നീ ജീവിതകാലം മുഴുവൻ മറക്കില്ല. എന്താ ഇത്? നിന്റെ കയ്യിൽ എങ്ങനെ പരിക്ക് വെച്ചത്? ആഹാ, നിനക്കറിയത്തില്ലേ ഇതെങ്ങനെ വന്നതെന്നും ഇതെങ്ങനെ സംഭവിച്ചാണെന്നുള്ളത്? എന്തൊരു വീടാണ് നീ. നീ എന്താ പറയുന്നേ? ഞാൻ നിന്നെ ആക്രമിച്ചെന്നോ? നീ എന്ത് നുണയായി പറയുന്നേ? ശരി, ഞാൻ കള്ളത്തിനും പറയാം. ഏത് വാളും എടുത്തോളാം നീ എന്നെ വെട്ടാൻ വന്നറിയോ? അത് കള്ളം പറയില്ലല്ലോ. എന്താ വാളോ? വാട്ട് നോൺസെൻസ്! എനിക്ക് വാളൊന്നും യൂസ് ചെയ്യാൻ അറിയ പോലുമില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവർക്ക് എന്തേ സംഭവിച്ചെന്നറിയില്ലല്ലോ. ഇവിടെ സത്യമായിട്ട് ഇവക്കൊന്നും ഓർമ്മയില്ല. നീ എന്തൊക്കെയോ പിച്ചുമേയും പറയാ. നിക്ക്. റോജിയുടെ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ ഈ വഴക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ലോ. നീ ഓക്കെ ആണല്ലോ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവീക്ക് എനിക്കറിയാം നിനക്ക് നിന്റെ പെങ്ങള് കാരണം ഒരുപാട് പ്രശ്നമുണ്ടെന്ന്. പക്ഷെ പേടിക്കണ്ട, ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. റോജ സേഫാണ്. ഇപ്പോഴാണ് ഈ സമീർ ഒന്ന് നേരാവണ്ണം സംസാരിച്ചത്. നിന്റെ റോജ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ആങ്ങളെയും പെങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നെങ്കിലേ ഞങ്ങൾ ഈ അവിക്കിന്റെ കൂട്ടത്തിൽ ഒന്ന് ഗെയിം കളിക്കട്ടെ. കളിച്ചാലോ? ഏത് ഗെയിമാണ് നിനക്ക് ഇഷ്ടമുള്ളത്? അതുപോലെ ഇവിടെ ഇരിക്കും, ഇവിടെ ഒന്ന് കളിക്കാം നമുക്ക്. ഇന്നലെ റാണിയമ്മയോട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിക്കിനെയും കൂടെ കൂട്ടി നടന്ന കാര്യങ്ങളെല്ലാം റാണിയമ്മയോട് വിശദമായി പറയണം. റാണിമ, റാണിമ, റാണിമ! ഈ പെണ്ണ് എന്തിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒരു പക്ഷെ ഇവൾക്ക് എന്നെ മനസ്സിലായി കാണുമോ? റാണിമ, റാണിമ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. റാണി, നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ച് കാണാം. ശരി. റാണിമ, ഇപ്പൊ ആ ഭ്രാന്തി എന്താണ് റാണിയുടെ അടുത്ത് പറയാൻ പോകുന്നത്? ഒരു പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായി കാണുമോ? റാണിമ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയാൻ എന്താ പറയാനുള്ളത്? അന്ന് എനിക്ക് അവിക്കിന് എന്തൊക്കെയാണോ സംഭവിച്ചത് ആ കാര്യങ്ങളെ കുറിച്ച് പറയാനാ ഞാൻ വന്നേ.
നീ കാര്യം പറ. റാണിയമ്മ, ആ കിഡ്നാപ്പേഴ്സ് എന്നെ അവക്കിനെ വേർപിരിച്ചു. എന്നിട്ട് അവര് അവക്കിനെ ആ ജലസിംബറിനുള്ളിൽ അടച്ചു വെച്ചു. അതറിഞ്ഞപ്പോ ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി ഓടി. അപ്പോ മാസ്ക് ഇട്ട ഒരാള് എന്നെ വന്ന് ഉപദ്രവിച്ചു. അയാളുടെ കയ്യിലൊരു റോയൽ റിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ റാണിയമ്മയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. മാത്രല്ല റാണിയമ്മ, എനിക്ക് തോന്നുന്നത് അവക്കിനെ ആരാണോ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് അവരെ കൊട്ടാരത്തിനകത്ത് തന്നെ ഉണ്ട്. റാണിയമ്മ, ഞാനൊരു വലിയ ഇരുമ്പ് കമ്പി കൊണ്ട് അയാളുടെ കാലിൽ തന്നെ അടിച്ചു. അയാളുടെ കാലിൽ തീർച്ചയായും ഒരു വലിയ മുറിവുണ്ടായിട്ടുണ്ടാവും. ആരുടെ കാലിൽ പരിക്കുള്ളെന്ന് ഓരോരുത്തരെയും ചെക്ക് ചെയ്താൽ മതിയോ? റാണിമ, നിങ്ങളാണ് ഈ കമ്പിളി ചോദിച്ചത്? അവിടെ വെച്ചേക്കേ. ശരി റാണിമ, ഞാനിതൊക്കെ പറഞ്ഞിട്ട് എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ആ കിഡ്നാപ്പേഴ്സ് അലട്ടാകുമ്പോഴത്തേനും നമ്മൾ അവരെ കണ്ടുപിടിക്കണം. മാറൂ. പറയൂ റാണിയമ്മേ. റോജയെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. മരുന്ന് കൊടുത്തേക്ക്. ശരി. ഇല്ല, എനിക്ക് വേണ്ട റാണിമ. മുറിയിൽ പോയി വിശ്രമിക്കാം. കാല് പിടിച്ച് ചോദിക്കാണ്. അവന്റെ ജീവൻ അപകടത്തിലാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ റാണിയമ്മ. നമുക്ക് അവരെ കണ്ടുപിടിക്കണം റാണിയമ്മ, പ്ലീസ്. എന്റെ അനിയനെ അവരെ കൊല്ലു, അല്ലെങ്കിൽ പ്ലീസ് റാണിയമ്മ, പ്ലീസ്. റോജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? നിങ്ങൾ സംശയിച്ചത് ശരിയാണ്. റോസിന്റെ മെന്റൽ കണ്ടീഷൻ അത്ര ശരിയല്ല. അവൾക്ക് അറ്റാക്ക് വരും. ഇങ്ങനെയാണെങ്കിൽ അവൾ എപ്പോ വേണമെങ്കിലും വയലന്റ് ആവും. ആരെ വേണേലും സംശയിക്കും, ആരെ വേണേലും ആക്രമിക്കും. മരുന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫലം കാണാൻ കുറച്ചു ദിവസം എടുക്കും. ശരി. താങ്ക് യു ഡോക്ടർ. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്കാം പ്ലീസ്. റോജ, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അതെനിക്ക് മനസ്സിലായി. കിഡ്നാപ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും തേടി കണ്ടുപിടിക്കാം. ഇപ്പൊ നീ നിന്റെ മുറിയിൽ പോയി വിശ്രമിക്ക. ഇല്ല റാണിയമ്മ, ഞാൻ പറയുന്നു. നിന്നോട് മുറിയിൽ പോയി വിശ്രമിക്കാനാണ് പറഞ്ഞത്. ഇപ്പോഴാണ് മനുഷ്യന്റെ ശ്വാസം നേരെ വീണത്. ഈ പെണ്ണ് പറയുന്നൊന്നും റാണി അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയൊന്നുമില്ല. അപ്പോ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ അവക്കിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് റാണിയമ്മയ്ക്ക് എന്നോടൊട്ടും വിശ്വാസമല്ലേ? എന്നോടുള്ള വിശ്വാസമൊക്കെ പോയോ? എന്താ ഒരു റിയാക്ഷനും ഇല്ലാത്ത? മാറൂ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. ശരി റോജ, വാ. റോജ, വാ വാ, പോകാം. സൂക്ഷിച്ച്. ഇന്നലെ രാത്രിയിലുള്ള CCTV ക്യാമറയിലെ ഫുട്ടേജാ. എന്താ ഇതൊക്കെ? ഞാൻ റാണിയമ്മനെ ഉപദ്രവിക്കാൻ നോക്കി. ഇല്ല, ഞാൻ റാണിയമ്മയെ കൊല്ലാൻ നോക്കിയോ? എന്താ സംഭവിച്ചേ? എനിക്കെന്താ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടൊന്നും ഓർമ്മയില്ലാത്ത? ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. ഇത്രയൊക്കെ സംഭവിച്ചത് കൊണ്ടാ റാണിയമ്മ ഞാൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന് ഞാൻ ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് കാണിച്ചത്. അവരെല്ലാവരും കണ്ടു. അതുകൊണ്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്യാത്തത്. ആർക്കും എന്നെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിന്ന് മാറി ആ കിഡ്നാപ്പേഴ്സിനെ കണ്ടുപിടിച്ചേ മതിയാവും. വാ ബിഗ് ബണ്ണ. നീ ഇനി മുതൽ ഇവിടെ വേണം ഇരിക്കാൻ. ഈ പെൺകുട്ടി നമ്മുടെ കൂടെ ഇരുന്നാണോ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? അവൾ അവിക് ബന്നയുടെ കൂടെ വന്നതാ. നമുക്കങ്ങനെ തടയാൻ പറ്റില്ലല്ലോ. ആരാണോ അവിക്കിനെ കൊല്ലാൻ ശ്രമിച്ചത് അവര് തീർച്ചയായും ഈ ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്.
ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആരെയും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ പ്രാന്തിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കൊണ്ടിരുന്നപ്പോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാലോ? കുഴപ്പമൊന്നുമില്ല, ഞാനിരുന്നുള്ള വേറെ കൊടുത്തില്ല. എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്കിനി വേറെ കിട്ടില്ല. കിഡ്നാപ്പ് ചെയ്തവരെ കണ്ടുപിടിച്ചേ പറ്റൂ. ആരായിരിക്കും അത്?